എൻ്റെ പേര് കുമാരി എന്നാണ്. ഇത് ഹസ്ബൻഡ് ശങ്കർ. ഞങ്ങൾ 2008 തൊട്ട് രണ്ടുപേരും കൂടി ബിസിനസ്സാണ് ചെയ്യുന്നത്. ബിസിനസ് എന്ന് വെച്ചാൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. ആഫ്റ്റർ സ്കൂൾ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. സ്കൂൾ ടൈം കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ നേരിട്ട് പിക്ക് ചെയ്യും, ഇവിടെ കൊണ്ടുവരും. ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് കൊടുക്കുക. പിന്നെ ഡെയിലി ഉള്ള അവരുടെ റിവിഷൻസ് ചെയ്യുക, ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യുക. ഇതാണ് ഞങ്ങൾ 2008 തൊട്ട് ചെയ്തിരുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂമിംഗ് ഡേയിൽ നിന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. പാങ്ങപ്പാറയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഞാനും ഹസ്ബൻഡും കൂടിയാണ് നടത്തുന്നത്. ഹസ്ബൻഡാണ്. പുള്ളി ട്രാൻസ്പോർട്ടേഷനും ബാക്കി പുറമേയുള്ള പണികളെല്ലാം നോക്കും. ഞങ്ങൾ ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ടീച്ചേഴ്സ് എന്ന് പറയാൻ അല്ല, ഫെസിലിറ്റേറ്റേഴ്സാണ്. ആക്ച്വലി ഞങ്ങളുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക കുട്ടിയെ. അവർ തന്നെ തനിയായിട്ട് പഠിക്കുക, അതായത് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ്. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു ട്യൂഷൻ എന്ന് വെച്ചാൽ വീണ്ടും അവരെ പഠിപ്പിക്കുന്നത് പോലെയാണ്. ഇതങ്ങനെയല്ല, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനത്തെ സ്കിൽസും കൂടിയാണ് ഞങ്ങൾ എൻഹാൻസ് ചെയ്യാൻ നോക്കുന്നത്. സോ ഇത് 2019-20 വരെ നല്ല രീതിയിൽ നടന്നിരുന്ന സ്ഥാപനമാണ്. എല്ലാവരെയും പോലെ കോവിഡ് ഞങ്ങളെയും നല്ലോണം അഫക്റ്റ് ചെയ്തിരുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കോവിഡ് കഴിഞ്ഞ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴും അന്ന് ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ബിൽഡിങ്ങും അത്രയും ഫെസിലിറ്റി ഉണ്ടായിരുന്നു. സോ അതിൽ ഓവർകം ചെയ്യാനായിട്ട് ഒരു സെക്കൻഡറി ഇൻകം നിർബന്ധമായിരുന്നു ഞങ്ങൾക്ക്. സെക്കൻഡറി ഇൻകം നിർബന്ധമായപ്പോൾ രണ്ടുപേരും തന്നെ പല ജോലികളും അന്വേഷിച്ചിരുന്നു. പല സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് അതിനിടയിൽ ഞങ്ങൾ കോവിഡ് ടൈമിൽ ചെന്നൈയിൽ ഞാൻ ഹസ്ബൻഡും പെട്രോൾ പമ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കാരണം അതൊരു എസെൻഷ്യൽസ് ആയ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നതുകൊണ്ട് അവരൊരിക്കലും ക്ലോസ് ചെയ്തിരുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് രണ്ടുപേർക്ക് അവിടെ ജോലി ചെയ്യുമായിരുന്നു. ആ ഒരു സ്റ്റേജ് വരെ ഞങ്ങൾ എത്തിയതാണ്. പക്ഷെ തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ പേരൻസ് തന്നെ അതായത് ഞങ്ങൾക്ക് LKG വരുന്ന കുട്ടി ഒരു 9th വരെ ഉണ്ടാവും. അപ്പോൾ ഇവർ കോവിഡിൽ ആ ലേണിംഗ് ഗ്യാപ്പ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങളോട് തിരിച്ചു വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വന്നിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടൊരു സ്പേസിൽ കുറച്ച് കുട്ടികളെ വെച്ച് റീസ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അത് 50ഓളം കുട്ടികളായി. 3 സ്ഥലത്ത്, വെള്ളയമ്പലത്ത് ലിറ്റിൽ റിപ്പബ്ലിക് സ്കൂളിൽ, കല്യാൺ സ്കൂളിൻ്റെ റൈസ് ആൻഡ് ഷൈൻ എന്നുള്ള കിള്ളിപ്പാലത്ത് ഞങ്ങളുടെ ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്നാലും കോവിഡിൻ്റെ വീഴ്ചയിൽ കരകയറണമെങ്കിൽ ഡെഫിനറ്റായിട്ടൊരു സെക്കൻഡറി ഇൻകം വേണമായിരുന്നു. ജോലി ഒരു എളുപ്പമല്ല കിട്ടാൻ. മാത്രമല്ല ഞങ്ങൾക്ക് 3 മണി തൊട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളിതിനെ എന്ത് ചെയ്യാം എന്നുള്ള ടൈമിലാണ് ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് വന്നത്. മെയിനായിട്ട് ഞങ്ങൾ നോക്കിയത് കട്ട് വെജിറ്റബിൾസ് കൊടുക്കാം. പിന്നെ തോന്നിയത് ഒരു കാര്യമാണ് വെയിറ്റ് ലോസ്. കാരണം ഇപ്പം നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഒരു ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഞങ്ങൾക്ക് നമ്മുടെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ചുറ്റും അതിന് സപ്പോർട്ടിംഗ് സിസ്റ്റം കൂടി വന്നു. ഇപ്പോൾ കല്യാൺ സ്കൂളിൻ്റെ CEO ആയ പ്രിയ മാം അവിടെ കൗണ്ടറിൽ ഇതിൻ്റെ ഒരു ട്രയൽ എടുക്കാനുള്ളൊരു ഇത് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഡയറ്റീഷ്യൻ രേഖ മാമിൻ്റെ കൺട്രോളിൽ ഞങ്ങൾ പുതിയ ഈ ഡയറ്റ് മെനു സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഇതെന്ന് പറയുമ്പോൾ രാവിലെ ഞങ്ങൾ എൻഗേജ്ഡാണ്. രാവിലെ ഒരു 9 മണി തുടങ്ങി ഞങ്ങൾ എൻഗേജ്ഡാണ്. ഞങ്ങളതിൽ ബേസിക്കലി നല്ലൊരു മന്ത്ലി ഒരു 30,000 to 40,000 ഇൻകം ഉണ്ടാക്കണമെന്ന് ഉള്ള ഇതിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സായ ആഫ്റ്റർ സ്കൂളിനെ അഫക്റ്റ് ചെയ്യാതെ ഒരു സെക്കൻഡറി ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ. കാരണം കോവിഡിൽ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ളത്. പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടും കൂടി, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. സപ്പോർട്ടൊന്നുമില്ല, പുള്ളിയും ഇനീഷ്യലി ഞങ്ങൾ തന്നെയാണ് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത്, പിന്നെ എൻ്റെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ കോവിഡിൽ ഇതുപോലെ വീഴ്ച വന്നിട്ട് വേറൊന്നും ചെയ്യാൻ കഴിയാത്ത കുറേ സ്ത്രീകളുമായിട്ട് ഞങ്ങൾക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇത് കുറച്ച് നന്നായിട്ട്, മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ വെയിറ്റ് ലോസിലും അതായത് കസ്റ്റമൈസ്ഡ് ഡയറ്റ്
ആയിട്ട് കൊടുക്കാനാണ്. ഇപ്പം ലഞ്ചാണെങ്കിലും ഒരു ഹെൽത്തി ലഞ്ച് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ ഓണം എല്ലാം ഇത് ചെയ്ത് തുടങ്ങും. യൂഷ്വലി ജിമ്മിലെല്ലാം പോയി കഴിഞ്ഞിട്ട് പലർക്കും ബോഡി അവർ ജിമ്മിൽ പോയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഇക്വലൻ്റ് ആയിട്ട് ഒരിക്കലും ഫുഡ് നേരെ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഗ്രാജുവലി അവരുടെ ബോൺസും മസിൽസും എല്ലാം എഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ്, അവിടെ നമുക്ക് ലോസ് ആവുന്ന ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്ത് ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ജിമ്മിലോ അല്ലെങ്കിൽ ഇവർക്ക് എവിടെയാണോ ആവശ്യം അത് ഞങ്ങൾ ഡോർ ഡെലിവറിയും ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെയുള്ളത് പനീറുണ്ട്. പനീറിൻ്റെ കൂടെ നമ്മൾ കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കംസ് ആഡ് ചെയ്യാം. യെല്ലോ കളർ ക്യാപ്സിക്കമായിട്ട് ഇത് ടൊമാറ്റോ, ദെൻ ഇത് ഗ്രീൻ കളർ ക്യാപ്സിക്കം. ഇങ്ങനെ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ഒരു കളർഫുള്ളായിട്ട് കഴിച്ചാൽ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടും. ഇപ്പോൾ ഇങ്ങനത്തെ സാലഡ്സ് കസ്റ്റമൈസ് ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ഞങ്ങളിപ്പോൾ തുടങ്ങുന്ന മെയിനായിട്ടുള്ളത്. എസ്പെഷ്യലി എന്താ വെച്ചാൽ ലേഡീസ് ആണെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ജിമ്മിൽ പോകുന്നവരോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ഫുഡ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കരുതുന്നത്. എഗ് സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്, കോണുണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട്, ഇത് ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ്, ഇത് പനീർ, റെഡ് കളർ ക്യാബേജാണ്, ഓണിയൻ, ദെൻ ബ്രൊക്കോളി, ബീൻസ്, പർപ്പിൾ ക്യാബേജ്, യെല്ലോ ക്യാപ്സിക്കം, ടൊമാറ്റോ, കുക്കുംബറാണ്, ഇത് ലെറ്റ്യൂസാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പല കളർ ഇതിലും മിക്സ് ചെയ്ത്, ഇത് സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാമാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്യാം. അത് ഡിപ്പെൻസ് ഓൺ ഇതിലെന്താ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു ഡയറ്റീഷ്യനുണ്ട്, രേഖ മാം ആണ് ഇതിൻ്റെ ഈ റെസിപ്പീസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ മാം പറയുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരാൾക്ക് മേ ബി ഇന്ന കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് ന്യൂട്രിയൻസ് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ വീക്ക്ലി പ്ലാനുണ്ട്, മന്ത്ലി പ്ലാനുണ്ട്, ഡോർ ഡെലിവറിയും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പനീർ ഇട്ടിട്ടുണ്ട്, റെഡ് ക്യാപ്സിക്കം, ദെൻ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, യെല്ലോ ക്യാപ്സിക്കമാണ് ഇതിനകത്ത് പനീറിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സാലഡാണ് ഇത് മെയിനായിട്ട്. കാരണം ഒരേ സാലഡ്സ് കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് പ്രോപ്പറായിട്ട് ഇപ്പോൾ നമുക്കൊരു കൺസൾട്ടേഷൻ വേണം എന്നുണ്ടെങ്കിൽ പോലും ആ രേഖ മാമുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി എ ഡോർ ഡെലിവറി, നമുക്ക് അവരുടെ അവിടെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ചെയ്യുന്ന വെയിറ്റ് ലോസിന് പോകുന്നവർ പലപ്പോഴും ഫുഡിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ മടി കാണിക്കും. അപ്പോൾ അത് ഗ്രാജുവലി അവരുടെ ബോഡി എഫക്റ്റ് ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ലോസ് ഡയറ്റ് അതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമ്പോൾ ഒരു 150 ഗ്രാമിനൊക്കെ ഉള്ള ഒരു സാലഡ് ആണെങ്കിൽ ഒരു 60 to 70 പ്രൈസിന് ഡോർ ഡെലിവറി ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി അവർക്ക് ഡെയിലി ഒരേ സാലഡ് ആവാതെ പല ടൈപ്പിൽ സ്പ്രൗട്ട്സ്, അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇത്രയും ഇതിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻ കാര്യം എന്താ വെച്ചാൽ സാലഡ്സ് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്, പക്ഷേ ഈ കണ്ടൻറ്റ്സ് അത്രയും വാങ്ങിച്ച് ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ ഡെയിലി ഇവർ ഒരേ സാലഡ്സ് 1 വീക്ക് കഴിക്കേണ്ടി വരും. ഇതങ്ങനെയല്ല, പല ടൈപ്പിലുള്ള മൺഡേ ഒരു സാലഡ്, ട്യൂസ്ഡേ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞങ്ങൾ
ഫ്ലാറ്റ്സിലും പിന്നെ ജിം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഓർഡേഴ്സ് എടുക്കുക, ആ ഓർഡേഴ്സിന് അവിടെ തന്നെ ഡെലിവറി കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. ആസ് ഓഫ് നൗ നമ്മുടെ ഒരു 1 മന്തായിട്ട് ഞങ്ങൾ ട്രയൽ ചെയ്യുമ്പോൾ തന്നെ ഡെയിലി ഞങ്ങൾക്കൊരു, അതായത് ഒരു മന്ത് ഒരു 10,000 അടുപ്പിച്ച് ഞങ്ങൾക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് ഒരു 30,000 to 40,000 ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഞങ്ങളുടെ ഗുണം, ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും പോകും. അത് മാത്രമല്ല കോവിഡ് സമയത്ത് ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ബാധ്യതകളും ആ പ്രശ്നങ്ങളും ഇതോടുകൂടി തീർക്കാൻ പറ്റും. ഒരു ജോലിയേക്കാളും ജോലിക്ക് പോകുന്നവർക്ക് ഒരു സഹായമായ ബിസിനസ് ആവട്ടെ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്ക് ഓർഡേഴ്സ് പ്രീവിയസ് ഡേ ആണ് എല്ലാവരും തരാറുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ, അതായത് കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. എന്താണോ ആവശ്യം, എത്ര ക്വാണ്ടിറ്റി ആണോ ആവശ്യം, അതനുസരിച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ കൊടുക്കുന്നവർക്ക് എല്ലാം ടൈംലി ഡെലിവറി ഉണ്ടെന്നും സൈസെല്ലാം കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ സൈസും ക്ലീൻ ആണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുന്നത്. തേങ്ങയാണെങ്കിൽ ഞങ്ങൾ ആ ബ്രൗണിഷ് കളറൊന്നും വരാതെയാണ് ചിരകുന്നത്. വൈറ്റ് ഇത് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിലൊക്കെ എല്ലാവരും, അതുമല്ല ഭയങ്കര ഇങ്ങനെ വേറെ പീസസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തേങ്ങ ഭയങ്കര കുഞ്ഞായിട്ട് തന്നെ പ്രോപ്പറായിട്ട് ചിരകിയാണ് കൊടുക്കുന്നത്. പിന്നെ മെഷീൻസ് ഒന്നിനും ഈ തേങ്ങ ചിരകുന്ന മെഷീനൊന്നുമല്ല. പുള്ളിയുടെ ഇങ്ങനെ ഞങ്ങൾ തന്നെയാണ് കയ്യിൽ തന്നെയാണ് ചിരകി കൊടുക്കുന്നത് ആസ് ഓഫ് നൗ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്പെസിഫിക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലാതെ ഈ ഞങ്ങളുടെ സെയിം അവസ്ഥയിലുള്ള, അതായത് ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഒരുപാട് പേരുണ്ടെന്നാണ്. കാരണം ഞാൻ 17 ഇയേഴ്സായിട്ട് ട്രിവാൻഡ്രത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും അങ്ങനത്തെ കുറേ, ഇപ്പം എനിക്ക് നേരത്തെ പ്രീ സ്കൂൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രീ സ്കൂളില്ല, ആഫ്റ്റർ സ്കൂൾസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കിട്ടുന്ന ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു പ്രോപ്പർ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ആഫ്റ്റർ സ്കൂള് മെയിനായിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ള ടൈം കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോഴും ട്രിവാൻഡ്രത്ത് ഒരു ആഫ്റ്റർ സ്കൂളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ വരുന്നത് ഡേ കെയർ ആണ്. അപ്പം ഞങ്ങളൊരു ബ്രിഡ്ജാണ്. ഡേ കെയർ, ട്യൂഷൻ, ദെൻ പേരൻസിൻ്റെ അഭാവം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ ടെക്നോ പാർക്കിനകത്തൊക്കെ നമ്മൾ നിറയെ സ്റ്റാഫിൻ്റെ മക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കൺവെൻഷണൽ ട്യൂഷനിൽ വിടുമ്പോൾ കുട്ടി സ്കൂളിൽ കേട്ട കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്, ഇവിടെ വന്ന് പഠിപ്പിക്കുവാണ്. അപ്പോൾ അതായത് ഒരു 5ാം ക്ലാസ് വരെ ഒരേ ടീച്ചറായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിലബസ് എല്ലാവർക്കും അറിയാം, ഭയങ്കര വാസ്റ്റാണ്. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ ഒരു കുട്ടിക്ക് ഡീപ്പ് നോളജ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വന്തമായി കുട്ടി എന്താണ് ആദ്യം സ്കൂളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും സ്കൂളിൽ പ്രൊഫഷണൽ ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ അവർ പഠിപ്പിക്കുന്നതിനെ കുട്ടി ഇവിടെ വന്ന് റിപ്പീറ്റ് ചെയ്യുക, വിത്തിൻ 24 hours റിപ്പീറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യുക. എന്നിട്ട് അതിനകത്തുനിന്ന് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെ എഴുതിക്കും. ഇപ്പം ഒരു 7th 8th കുട്ടികളാണെങ്കിൽ ഒരു പോർഷൻ റീഡ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് പോലെ അവർ എഴുതണം. അപ്പോൾ അവരെന്താ മനസ്സിലാക്കിയതെന്നുള്ള ഈ ആക്ടിവിറ്റീസ് അല്ലാതെ ഫുൾ ഡേ കെയർ എന്ന് വെച്ചാൽ ഇപ്പം സപ്പോസ് പേരൻറ്റിന് സ്കൂളിൽ ഓഫീസില്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് സ്കൂളില്ല. അപ്പോൾ വീട്ടിലിരുത്തുമ്പോൾ ഒരു മെയ്ഡിൻ്റെ കൂടെ ഇരുത്തിയാലും കുട്ടികൾ TV കണ്ട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്ത് അങ്ങനെ പോകും. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫുൾ അവരെ റിവൈസ് ചെയ്യും, പിന്നെ കുട്ടികളുമായിട്ട് സോഷ്യലൈസ് ചെയ്യും. ഒരു മെയിൻ കാര്യം, ഞങ്ങൾക്കൊരു പെർമനൻറ്റ് സീറ്റില്ല കുട്ടിക്ക്. ഈ കുട്ടികളെ ഡെയിലി ഞങ്ങൾ ഷഫിൾ ചെയ്തിരുത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ കുട്ടികളായിട്ട് സോഷ്യലൈസ് ചെയ്യണം. പിന്നെ എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് നേരിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊരു പവർ ഓഫ് ഹഗ്, നമ്മൾ വരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കുട്ടികളോട് അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അത് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കൗൺസിലിംഗ് അങ്ങനെ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ വർക്ക്ഷോപ്സ് നടത്തും, 1 day ആക്ടിവിറ്റി പോലെ. ഇവർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള വർക്ക്ഷോപ്സ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ബേസ്ഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് LKG വരുന്ന കുട്ടികൾ 9ാം ക്ലാസ് വരെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ സ്കൂള് പോലെ തന്നെ ഒരു ലോങ് റിട്ടൻഷനിലാണ് കുട്ടികൾ പോകുന്നത്. പക്ഷേ ഇതൊരു വേറൊരു സ്കൂളെന്നുള്ളൊരു കൺസെപ്റ്റിലല്ല ഞങ്ങൾ ചെയ്യുന്നത്. എക്സാക്ട്ലി വീടിന് പകരം ഒരു എൻവയോൺമെൻറ്റ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഫെസിലിറ്റേറ്റേഴ്സ്
അവർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ആ രീതിയിൽ ചെയ്തു പോകുന്നത്. ഫീസ് ഞങ്ങൾ യൂഷ്വലി വാങ്ങുന്നത് 3,000 തൊട്ട് ഡിപ്പെൻസ് ഓൺ ക്ലാസ്, ഓരോ ക്ലാസ് വൈസ് വെച്ചിട്ട്, ഇൻക്ലൂഡിങ് ഫുഡാണ്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേരൻസ് പറയുന്ന ഒരു വലിയ കാര്യം, വീട്ടിൽ കടല കഴിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾ പോലും ഞങ്ങളുടെ ഇവിടെ കഴിക്കും. ഇപ്പം ഫുഡ് മാക്സിമം ഇവരുടേത് ഞാൻ ആണ് ചില സമയത്ത് മിക്കവാറും കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിൽ അവർ ശരിക്കും ഭയങ്കര ന്യൂട്രിയൻസ് ഉള്ളതാണ്, കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല വെജിറ്റബിൾസ്. അപ്പോൾ ഞാൻ വെജിറ്റബിളൊക്കെ നല്ല സ്മാഷ് ചെയ്ത് ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ ചോദിക്കും, മാം ആണോ ഉണ്ടാക്കിയത്? അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ പേരൻസിന് അതൊരു ഭയങ്കര അത്ഭുതമാണ്. കാരണം നമ്മൾ ജങ്ക് ഫുഡൊന്നും കൊടുക്കാതെ വൈകുന്നേരം വരുമ്പോൾ, യൂഷ്വലി നമുക്കറിയാം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ആ വിശപ്പിന് കോമ്പൻസേറ്റ് ചെയ്ത് ഇഡലി, ദോശ അങ്ങനത്തെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു സ്കൂളല്ല എന്ന് പറയുന്നത് ഇവർ സജസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഈ വീക്ക് ഇന്ന ഫുഡ് വേണം. അപ്പോൾ ഞങ്ങളത് ചെയ്തു കൊടുക്കും. അതായത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് ഓണക്കാലമാണല്ലോ, അപ്പോൾ ഗ്രീൻ മീൻസ് ഫെസ്റ്റായിട്ട് ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഉത്രാടപ്പാച്ചിലാണ് സാധാരണ എല്ലാവരും ഷോപ്പിങ്ങിനും എല്ലാം പോകുന്നത്. ഞങ്ങൾ ഈ ഉത്രാടപ്പാച്ചിലിന് ഓണക്കൂട നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരുന്നതായിരിക്കും. ഈ ഓണക്കൂടയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അവിയൽ, സാമ്പാർ, എരിശ്ശേരി. അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പോൾ 2 പേരേ ഉള്ളൂ ഇല്ലെങ്കിൽ 3 പേരേ ഉള്ളെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഓലനാണ്, അതിനകത്ത് വൻപയറും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡോർ ഡെലിവറി ചെയ്യും, പക്ഷെ പ്രീ ഓർഡേഴ്സാണ് ചെയ്യേണ്ടത്. 2 പേര് തൊട്ട് 10 പേർക്ക് വരെയുള്ള കിറ്റ് ഞങ്ങൾ വീട്ടിലെത്തിക്കും. ഓണക്കൂട എന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ പേര്. ഇത് അവിയൽ കിറ്റാണ്. അവിയൽ കിറ്റിനകത്ത് അവിയലിൻ്റെ വേണ്ട മലക്കറി, സാമ്പാർ, എരിശ്ശേരി, പിന്നെ ഇതിന് വേണ്ടുന്ന തേങ്ങ, ബീട്രൂട്ടിൻ്റെ കിച്ചടി, വെള്ളരിക്ക പച്ചടിയുണ്ട്, പിന്നെ നമ്മുടെ ഇഞ്ചി, മാങ്ങ, നാരങ്ങ ഞങ്ങൾ തന്നെ ചെയ്തിട്ട് തരുന്നതാണ്. ഉള്ളി, പിന്നെ ഓലനും ഒരു മിക്സ് വെജ് തോരനാണ്, 3 വെജിറ്റബിൾസും മിക്സഡ് ആയിട്ടുള്ളത്. അഡീഷണൽ ചിപ്സ് ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും, പിന്നെ ഒരു പായസ കിറ്റും കൂടി ഉണ്ടാവും. വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വെജിറ്റബിൾസ് ഒരു 1/2 hour വെള്ളത്തിൽ മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചിട്ട് അതിനുശേഷം ഇത് തുടയ്ക്കും. കാരണം ഇതിപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു 1-2 ദിവസം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ വെള്ളത്തിൻ്റെ അംശം നിന്നാൽ ഒരിക്കലും അത് നന്നായിട്ട് തന്നെ ഇരിക്കില്ല.
ഞങ്ങൾ റെഗുലറായിട്ട് സപ്ലൈ ചെയ്യുന്നത് ഈ കട്ട് വെജിറ്റബിൾസ് ആണ്. ഇത് മെയിനായിട്ട് ഡോർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെയാണ് 250 ഗ്രാംസ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഏതാണോ ആ റേഞ്ച് അനുസരിച്ചിട്ട്, ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് ഡോർ ഡെലിവറി ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ വാഴപ്പിണ്ടി അങ്ങനത്തെ സാധനങ്ങളും എന്ത് സാധനങ്ങളാണ് പ്രീ ഓർഡേഴ്സ് തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങളുടെ ഡോറിൽ കൊണ്ടു തരുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കട്ട് വെജിറ്റബിൾസും വെയിറ്റ് ലോസ് ഡയറ്റുമാണ്. ഓണക്കാലം ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഓണക്കൂടയും ചെയ്യുന്നുണ്ട്. ഈ കിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. കാരണം ഈ കിറ്റിൻ്റെ കൂടെ ഇതിപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചോറും വെച്ച് പിന്നെ എന്തെങ്കിലും മസാലാസ് ആഡ് ചെയ്ത് അപ്പോൾ തന്നെ ഇത് കുക്ക് ചെയ്യാനും പറ്റും. ഇനി നേരത്തെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഓർഡേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ 4 ദിവസവും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാനും പറ്റും. ദെൻ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ്. റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പേർക്ക് 4 പേർക്കുള്ളവർക്ക് ഈ വെജിറ്റബിൾസ് മാത്രം തന്നെ 350ക്കാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് നിങ്ങൾ ഡോർ ഡെലിവറി എത്തും. ഡിപ്പെൻസ് ഓൺ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നതായിരിക്കും.